അപ്പം കഴിഞ്ഞ 12 ദിവസമായിട്ട് ഞങ്ങൾ ഈ ഓയിൽ അവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിപ്പം 2-3 പ്രാവശ്യമായി. ആദ്യം ഇവിടെ ഒരു വശത്ത് വന്നു. അപ്പോൾ അത് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, അതൊക്കെ മാറി. അപ്പം പിന്നെ വീണ്ടും ഇപ്പുറത്ത് വന്നു. ഇനി വന്നേ നോക്കട്ടെ മോനെ, അവിടെ വന്നേ ഉണ്ട്, ഇവിടെ എവിടെയോ വന്നു. അപ്പോൾ അതൊരു അപ്പം ഞാൻ അങ്ങനെ ഡോക്ടറെ വിളിച്ചു. അപ്പം പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരു ലോഷൻ പുരട്ടാൻ പറഞ്ഞു. ആ ലോഷൻ പുരട്ടി അത് മാറി. അപ്പം വീണ്ടും ഇപ്പം ഇവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണ്. ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞ ചൂടുകാലം ആയതുകൊണ്ട് ഇത്തരം രോമം കൂടുതലുള്ള ഇവർക്കൊക്കെ ഇത്തരം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പം കൃത്യമായിട്ട് അവരെ കുളിപ്പിക്കുന്നുണ്ട്, ചീകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നു. എന്നാലും ഇടയ്ക്കിങ്ങനെ വരുന്നത് എന്താ കാര്യമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് യാദൃച്ഛ്യമായിട്ട് ഞാൻ ഈ ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കാനിടയായി. ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ്, കോട്ടയത്തെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പ്രോഡക്റ്റ്. അപ്പം ഞാനത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് ഒരു ബോട്ടിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം എന്തായാലും. എന്തേ നമുക്കിത് അവിടെ പോയിരുന്നു. ആ മെഡിക്കൽ നല്ല മോന അവിടെ ഇരുന്നു. തെറ്റുമ്പോ അവിടെ പോയിരുന്നു, അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. ഇവിടെ ഇരിക്കും, അവിടെ പോയിരിക്കും. ബോംബ് വല്ലാണെങ്കിൽ ഓടാന്ന് പറഞ്ഞിരിക്കും. കണ്ട പോയടാ, കണ്ട സാധനം അതിനകത്ത് എടുക്കുന്ന ഏതാണ്ട് ഭയങ്കര സാധനം. അപ്പൊ ഇതാണ് സാധനം. ഇതൊരു മാസ് പെറ്റ് സ്കിൻ ഹെയർ ഓയിൽ. അതെന്താ ആയുർവേദിക്കാണ്. ദുർദുരപത്രം എന്തുവെന്ന് എനിക്കറിയത്തില്ല, അതറിയാവുന്നവർ പറയുക. അല്ലെങ്കിൽ ഇത് ദുർദുരപത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ നമ്മുടെ വീഡിയോ ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം കാണും, അദ്ദേഹം അതെന്താണെന്ന് പറഞ്ഞു തരും. എനിക്കറിയത്തില്ല ഇത് ദുർദുരപത്രം എന്താണെന്ന്. പിന്നെ ബാക്കിയുള്ള വേപ്പില, ഹിബിക്കസ്, നമ്മുടെ ചെമ്പരത്തി, പിന്നെ ഏലാതി, നാൽപ്പാമരം, അലോവേര, ഇതെല്ലാം നമുക്കറിയാവുന്ന സാധനങ്ങൾ തന്നെ. അപ്പോൾ ദുർദുരപത്രം അറിയത്തില്ല. ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഓയിലാണ്. ഈ മേഖലയിൽ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നതും ലിയോയ്ക്ക് വേണ്ടി ഞാനിത് പറഞ്ഞതും. അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു 12 ദിവസം ഉപയോഗിക്കണം. 12 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ഒരു സോപ്പും ഉണ്ട്. ഇത് അവർ പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ഈ എണ്ണ ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്ന സോപ്പാണത്. ഇവർക്ക് വേണ്ടിയുള്ള സോപ്പാണ്. അതും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഈ സ്കിൻ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും മാസത്തിൽ ഒരു 2 പ്രാവശ്യം ഇവരെ കുളിപ്പിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഇത് അവരുടെ മേത്ത് ഒന്ന് തേച്ചിട്ടിട്ട് പിന്നീട് അങ്ങ് കുളിപ്പിച്ചാൽ, ഈ സോപ്പിട്ട് കുളിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പം അവർക്ക് രോമം കൊഴിച്ചിലും ഇതുപോലുള്ള സ്കിൻ ഇൻഫെക്ഷനും ഒന്നും വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഇവരുടെ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. അതൊരു പരീക്ഷണമാണ്. അപ്പം നമുക്കൊരു 12 ദിവസം ഇത് പിന്നെ തേച്ച് നോക്കാം. ഇല്ലയോ കൂട്ടാ, വന്നേ, നിനക്ക് പുതിയ പ്രോഡക്റ്റാ. നല്ലതാ. നീ വാ മക്കളെ, വന്നേ. നല്ല മണമൊക്കെ ഉള്ളതല്ലേ. എണീറ്റേ, ചക്കരക്കുട്ട എണീറ്റേ. അപ്പം ഇവന് വേറൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും തേച്ച് കൊടുത്താൽ നക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് വെച്ച് നോക്കത്തില്ല. പതുക്കെ രഹസ്യമായിട്ട് അങ്ങ് കട്ടിലിന്റെ കീഴിൽ കയറിയിട്ട് അവിടെ പോയിരുന്നു വെക്കും. നക്കല്ലേ, അത് അതിനിപ്പോൾ പരിപാടിയുണ്ട്.
ഷേക്ക് വെൽ ബിഫോർ യൂസ് അല്ലേ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അതാ ഇതുണ്ടോ? ഉണ്ടോന്ന് നോക്ക്. ഇത് ഓയിലല്ലേ? ആ ഓയിലാണ്, പിന്നെ ഷേക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലേ. എന്തായാലും ഓ ഇതിങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലേ. ഹോള് കാണത്തില്ല. ഒരു പിന്നെടുക്കാവോ? എന്നാ ഇതിന് മണം ഉണ്ടാകുന്ന നോക്കിയാൽ വേപ്പിന്, ഇതൊന്നും വേപ്പിൻ്റെ മണമുണ്ട് അല്ലേ? ഒരു വേപ്പിൻ വെളിച്ചെണ്ണയുടെ വേപ്പിൻ്റെ മണമുണ്ട്. ആ ഓക്കെ, ഇത് നമുക്കങ്ങ് തേച്ച് കൊടുക്കാം. തേച്ചിട്ട് ചെറിയ പരിപാടികളുണ്ട്, കലാപരിപാടികൾ. നിനക്കും തേച്ച് തരാടി. ഇപ്പൊ അവർ ദേഹം മൊത്തം തേച്ച് കൊടുത്തെങ്കിലേ പിന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് അല്ല, ഇത് അതിപ്പോഴും വേണമെന്നില്ല. അത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മൊത്തം അങ്ങ് തേക്കുന്നതാണ്. ഒരു ബോട്ടിൽ ഒരു പ്രാവശ്യത്തേക്ക് വേണം അവന്റെ, ഇവന് മൊത്തം തേക്കണമെങ്കിൽ. നമുക്കിപ്പോ തൽക്കാലം അവന്റെ ഈ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് തേക്കാം. മക്കൾ നക്കല്ലേ ലിയോ കൂട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ലിയോ വന്നേ. അവൻ പിന്നെ നക്കല്ലേ എന്ന് പറഞ്ഞാലും അവൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പം പോയി രഹസ്യമായിട്ട് നക്കും. അപ്പൊ അവനെ നമുക്കേ ഉടുപ്പിട്ട് കൊടുത്താലേ? ഉടുപ്പിട്ട് തരാം. അപ്പൊ അല്ലാതെ ഒരു മാർഗമില്ല. ഇച്ചിരി കഴിഞ്ഞാൽ ഊരി കളയാം. അവനത് മറന്നു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇച്ചിരി കഴിയുമ്പോ അങ്ങ് ഊരാം. ആ ഇപ്പൊ ഇങ്ങനെ ഇടുന്നുണ്ട്. ഓക്കെ, പിടിക്കുന്നത് അങ്ങനെ അവിടെ ആ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പിന്നെ ഈ ഡെയിലി യൂസാണ്. ഒരു പിന്നെ 12 ദിവസം നമുക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. എന്താ അപ്പം കഴിഞ്ഞ 12 ദിവസമായിട്ട് ഞങ്ങൾ ഈ ഓയിൽ അവൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രോമമൊക്കെ കിളിച്ചു തുടങ്ങി. അപ്പോൾ ഇത് നല്ല ഓയിലാണ്, കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇപ്പം പിന്നെ ഒരു ദിവസം ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത് ഇവരെ ശരിക്കൊന്ന് പിന്നെ 2 പേർക്കും ഒന്ന് പുരട്ടിയിട്ട് ഇത് ഇവരുടെ തന്നെ സോപ്പിട്ട് നന്നായി കുളിപ്പിച്ചു. ഇതാണ് സോപ്പ്, നല്ല മണമുള്ള സോപ്പാണ്. അപ്പോൾ അതൊക്കെ 2-3 ദിവസം മണം നിൽക്കും. 2-3 ദിവസം നിൽക്കും. അവർക്ക് മണമുണ്ട്. പിന്നെ അതിൻ്റെ നോട്ടം കണ്ട ഇച്ചിരി തേച്ചിട്ടെ. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഉപയോഗക്രമം അവർ പറഞ്ഞിരിക്കുന്ന ഉപയോഗ രീതി തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. തുടർച്ചയായിട്ട് 12 ദിവസം പിന്നെ ഇത് കുറേശ്ശെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം വൃത്തിയായിട്ട് സോപ്പിട്ട് കുളിപ്പിക്കുന്നു. പിന്നെ ഇനിയിപ്പം പിന്നെ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ കുറേശ്ശെ ഒന്ന് തൊട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ഓയിലാണ്. ഇവനിത് ഇട്ട് കൊടുത്താൽ പിന്നെ ഉടുപ്പും കൂടെ ഇട്ട് കൊടുക്കണം, നക്കാതിരിക്കാൻ. അങ്ങനെയും കൂടെ ഒരു വിഷയമുണ്ട്. മാറിയാലും കുറച്ച് ദിവസം കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇതെന്തായാലും പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നാച്ചുറലാണ്. വേറെ കുഴപ്പമൊന്നും പറ്റില്ല. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് അവരുടെ വിലാസവും പിന്നെ ഫോൺ നമ്പരും ഒക്കെ ഞങ്ങൾ പിന്നെ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക. ഇതേപോലെ പപ്പീസിനൊക്കെ പിന്നെ ചെറിയ പപ്പീസിന് സ്കിൻ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ അവരെ കുളിപ്പിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഇതൊന്ന് തേച്ച് ഇട്ടിട്ട് കുളിപ്പിക്കുന്നത് നല്ലതാണ്. സ്കിൻ സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അത് തന്നെ. അത് തന്നെയാണ്. അപ്പം പിന്നെ ലേക്കയ്ക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ
രോമം കൊഴിച്ചിലൊന്നുമില്ല. രോമം അങ്ങനെ ഒരുപാടില്ലാത്തതുകൊണ്ട് രോമം ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ ഒന്നുമില്ല. എന്നാലും അവൾക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിന്നെ ശരിക്കൊന്ന് തേച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു. പിന്നെ നല്ല പ്രയോജനം ചെയ്യുന്ന ഓയിലാണ്. അപ്പം പിന്നെ ഇത് കോട്ടയത്തുള്ള ഒരാൾ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഒരുപാട് കുറേ കാലത്തെ പരിചയമുള്ള ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഓയിലാണ്, വിശ്വസിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അതായത് പിന്നെ എന്താ മറ്റ് കെമിക്കലുകളൊന്നും ചേരുന്നതല്ല. അപ്പം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കൊള്ളുക. ശരി, ഓക്കെ. ഇവനെ കണ്ടല്ലോ, അവൻ്റെ രോമം കൊഴിച്ചിലും അല്ല പിന്നെ ഇതും ഒക്കെ മാറി. ഇത് ഇവന് 2-3 പ്രാവശ്യം ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടായതാണ്. ഇപ്പം എന്താ ഇപ്പം അത് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെന്തോ പരിപാടി? എന്തോ പരിപാടി? എണീക്കേ, എന്തോ പരിപാടി? ചിരിച്ചു കാണിക്കുന്നത് എന്താ പരിപാടി? ഒരു ലൈറ്റൊക്കെ എടുത്ത് തരട്ടോ? ലൈറ്റ് എടുത്ത് തരട്ടോ? ഇനി വന്നേ. ലൈറ്റൊക്കെ എടുത്ത് തരട്ടോ? ഒരു ഉമ്മ എടുത്താ എടുത്ത് അച്ഛൻ്റെ ഉമ്മ വന്നാ എടുത്ത് തരും. മതി. ലൈറ്റ് വൈകുന്നേരം അല്ലേ, ഇപ്പൊ ലൈറ്റ് കാണില്ല, രാത്രിയല്ലേ നമ്മളെടുക്കുന്നത്. പിന്നെന്താ ചെയ്യും? ഓക്കെ, എടുക്കനാ കേട്ടാ. ലച്ചുമ്മ ചോദിച്ചു അതൊന്നും പുള്ളിക്ക് അറിഞ്ഞൂടാ. അവളോട് ചോദിച്ചേ കുളിപ്പിച്ചിട്ട് അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്തില്ലല്ലേ? 2 പേർക്ക് ഇട്ട് കൊടുത്തില്ല. 2 പേർക്കും ഇട്ട് കൊടുത്തിട്ടില്ല. ബെൽറ്റൊക്കെ എടുത്ത് അയ്യേ നാണക്കേട്. ഇതില്ലേ എന്തോ അരഞ്ഞാണോ ഇല്ലാത്ത പിള്ളേരെ കണക്കിരിക്കുന്നത്. ബെൽറ്റ് എടുത്തിട്ട് കൊടുക്കേ, ബെൽറ്റ് എടുത്തിട്ട് കൊടുക്ക്. മകളെ ബെൽറ്റ് എന്തിയെ? ബെൽറ്റ് പോയി എടുത്തോണ്ടോ? പോയി ബെൽറ്റ് എടുത്തോണ്ടോ? നീയും പോയി ബെൽറ്റ് എടുത്തോണ്ടോ? ബെൽറ്റ് എടുത്തോണ്ടോ? ബെൽറ്റ് എടുത്തോണ്ടോ? അവിടെ എങ്ങും അല്ല വെച്ചത്. ഇനി പോയി അതിനകത്ത് പോയി മറ്റേ സാധനം എടുത്തോണ്ട് വരും. ഇപ്പൊ നോക്കിക്കോണേ, ബെൽറ്റിന് വരെ ഇപ്പൊ സാധനം താങ്ങിക്കൊണ്ട് വരുന്ന ഇതാണ് അവക്കുള്ള ബെൽറ്റ്. ഇതല്ല അവളോട് എവിടെ പോകുന്നത് പോകാൻ വേണ്ടിയുള്ള ബെൽറ്റ് അല്ല ഇത്. എടി മറ്റത് എന്തിയേ? നിന്റെ ബെൽറ്റ് എന്തിയേ? ലിയോന്റെ ബെൽറ്റ് എന്തിയേ? അവർക്ക് അറിയത്തില്ല, ഞാൻ അടുത്ത് ബെൽറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചേക്കുന്ന ബെൽറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തു. നോക്കുന്നു ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ വരുന്നത് കേട്ടാ. ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേ അകത്തോട്ട് പോകാതെ അവനിക്ക് പോകുന്നത്. ബെൽറ്റ് ഇട്ടോ? ഇത് ഇട്ടില്ലെങ്കിൽ നാണക്കേട്. അയ്യേ, ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ? അയ്യേ, ബെൽറ്റ് ഇട്. ആ ബെൽറ്റ് അല്ല, പുറത്തു പോകുന്നില്ല. ഈ ബെൽറ്റ് ഇട്ടിട്ട് അതല്ലേ, അത് അവക്കുള്ള ബെൽറ്റ് തന്നെ എടുത്തോണ്ട് വന്നല്ലേ? ഇങ്ങോട്ടുണ്ട്. ആ ബെൽറ്റ് അല്ല, ഇതിട്ട്. അതെടുത്തിട്ട് മറ്റേ അകത്തോണ്ട് വെച്ച് കൊണ്ടുവച്ചിട്ടോ? കൊണ്ടുവച്ചിട്ടോ? ഓക്കെ, പിന്നെ പോവാം നമുക്ക്. അങ്ങോട്ട് വെച്ചിട്ടോ? അവിടെ ഇട്ടാരെ അങ്ങോട്ട് പോയോ? ശരി, അപ്പോൾ ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.